എന്തെങ്കിലും വിശേഷം സുഖമാണോ അപ്പോൾ നിങ്ങളെല്ലാവരും, എനിക്കറിയില്ല ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്നുള്ള കാരണവശാൽ എല്ലാവരും ഇപ്പോൾ ടി വിയുടെ മുമ്പിലായിരിക്കും. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഇലക്ഷൻ റിസൾട്ടും ഇനി അത് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ കാതോർത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് നിങ്ങളുടെ അടുത്ത് എത്തുമോ ഇല്ലെന്നുള്ളൊരു ഹാപ്പി ന്യൂസാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകാൻ പോകുന്നത് UK ഒരു വിഭാഗം ആൾക്കാർക്ക് ഇത് വലിയ രീതിയിൽ യൂസ്ഫുൾ ആക്കാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ യൂറോപ്പിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഒരു ഇറ്റലിയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതേ കെയർ ഗീവർ ജോബ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നേഴ്സസും അല്ലെങ്കിൽ ഈ പറഞ്ഞ മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും ഇത് വളരെ ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. തമ്മിൽ കണ്ട പോലെ തന്നെ. സോ ഇതിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ടൊക്കെയാണ് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ വിളിക്കാൻ, ഷെയർ ചെയ്യുക, വീഡിയോട്ട് സ്വാഗതം. അതെ, കുറച്ച് നാളുകൾക്കിടെയായിട്ട് നമുക്കറിയാം കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ബാഡ് ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് റെസ്ട്രിക്ഷൻസ്, മൈഗ്രേഷണൽ റെസ്ട്രിക്ഷൻസിൽ പല സാലറി ലിമിറ്റുകൾ മാറ്റുന്നു, ക്രൈറ്റീരിയാസ് മാറ്റുന്നു, അങ്ങനെ പല കാര്യങ്ങളാണ് നിങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് മൈഗ്രൻസിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ള ഇൻഫർമേഷൻസ് ആണ് പൊതുവെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് കാനഡ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കെയർ ഗീവേഴ്സിനാണ് വന്നിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാം ഓരോ രാജ്യത്തിനും ഓരോ സ്ഥിതിഗതികളിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ പല റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നപ്പോഴും സ്റ്റുഡൻസിൻ്റെ മേലെയും ഡിപ്പെൻഡൻസിൻ്റെ മേലെയും GIC എമൗണ്ട് കാണിക്കുന്നതിലും പല പല റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നപ്പോഴും അവർക്ക് കെയർ ഗീവേഴ്സിനെ ആവശ്യമാണ്. കാരണം അവർ ഇനി ഒരു 6 വർഷത്തിൻ്റെ ഇടയിൽ അവിടെ നിന്ന് എത്രയോ ലക്ഷം ആൾക്കാർ റിട്ടയർ ആവാൻ പോകുന്നു അവരുടെ സർവീസുകളിൽ നിന്ന്. ആ സർവീസുകളിൽ നിന്ന് റിട്ടയർഡ് ആവുന്ന സമയത്ത് ഇവർക്കെല്ലാം ഒരു കെയർ ഗീവറിൻ്റെ ഇല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് കുട്ടികളെ നോക്കാനൊക്കെ ഒരു കെയർ ഗീവറിൻ്റെ ആവശ്യം വേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് കാനഡ ഗവൺമെൻറ് ഒരു പടി മുന്നേ അങ്ങോട്ട് എറിഞ്ഞിരിക്കുന്നത്. ഇത് 2024 സ്റ്റാർട്ട് ചെയ്യും, 2026 അവസാനിക്കും. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഈ റീസെൻ്റ്ലി 2019 സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാം ഈ റീസെൻ്റ്ലി അത് വൈൻഡപ്പ് ചെയ്തിട്ടാണ് പുതിയ പ്രോഗ്രാം ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് കൂടുതലും ഈ ഒരു പ്രോഗ്രാം ബേസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കെയർ ഗീവേഴ്സിന് കാനഡയിൽ അറൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ PR കൊടുക്കുന്ന ഒരു റെസിഡൻസി പാത്വേ പ്രോഗ്രാമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. കാരണം അറൈവൽ സമയത്ത് തന്നെ PR-ഓടുകൂടി അറൈവ് ചെയ്യുക എന്നുള്ളത് അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കെയർ ഗീവറായിട്ട് പോകുന്നവർക്ക് അവരെ ജോലിയെ പേടിച്ച് ജോലി പോകുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. PR കിട്ടി പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് CRS സ്കോർ അപ്ലൈ ചെയ്ത് PR-ന് വെയിറ്റ് ചെയ്തിരിക്കുന്നതും അതൊരു വേറൊരു കാര്യമാണ്. കാരണം അവിടെ ഒരു PR കിട്ടണമെങ്കിൽ കുറച്ച് സമയം, കുറച്ച് കാലയളവ് അവിടെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാറ്റഗറി ചില ജോബ്സിന് ഇങ്ങനെ ഗുണങ്ങളുണ്ട് അവിടെ എത്തുന്ന സമയത്ത് തന്നെ PR ലഭിക്കുന്നതും. അതിപ്പോൾ റീസെൻ്റ്ലി അനൗൺസ് ചെയ്താണ്. എല്ലാം സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു തീരുമാനത്തെ. കെയർ ഗീവർ പ്രോഗ്രാമാണ്, പാത്വേ പ്രോഗ്രാം, അറൈവൽ ഓൺ റെസിഡൻസി പ്രോഗ്രാമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ പ്രോഗ്രാം ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ അത് ലോഞ്ച് ചെയ്യും. അതിൻ്റെ എക്സാക്ട് ഡേറ്റും ഇനി കൂടുതൽ ഇൻഫർമേഷനും പുറത്തു വരാൻ വേണ്ടിയിരിക്കുകയാണ്. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ UK ആൾക്കാർക്ക് വളരെ ഗുണം ചെയ്യാൻ പറയുന്ന മറ്റൊരു കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ UK വരുന്ന സ്റ്റുഡൻസിൽ ഭൂരിഭാഗം ആൾക്കാരും ഇവിടുത്തെ കെയർ മേഖലകളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ കെയർ മേഖലകളാണ് അവർ വിസ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നിൽക്കുന്ന സ്റ്റുഡൻസും കെയർ മേഖലയിൽ ജോലി നോക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവർക്കെല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. ഇതിനകത്ത് എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ വ്യക്തമായ ക്ലാരിറ്റി കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഇത് ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകളിൽ തന്നെ പ്രത്യക്ഷപ്പെടും. ഞാൻ അതിൻ്റെ ലിങ്കുകൾ, ന്യൂസിൻ്റെ ലിങ്കുകളും കാര്യങ്ങളെല്ലാം താഴ്ത്തു കൊടുക്കുന്നുണ്ട്. ഞാൻ എലിജിബിലിറ്റി ഞാൻ പറയാം. ഇപ്പം നമുക്കിവിടെയുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് ചെറിയ കാര്യങ്ങളാണ് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എലിജിബിലിറ്റി വളരെ കുറച്ച് സിമ്പിളാണ്. മുന്നത്തെ എലിജിബിലിറ്റി സംബന്ധിച്ചിട്ട് നമുക്കറിയാം അവിടെ CLB 5 ആണ് നമുക്ക് ലാംഗ്വേജ് വേണ്ടത്. ഇവിടെ മിനിമം അത് കുറച്ചിട്ടുണ്ട്. അറ്റൈൻ എ മിനിമം ഓഫ് ലെവൽ 4 ബേസ്ഡ് ഓൺ ദ കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക്. അതായത് CLB 4 കിട്ടിയാൽ മതി. മറ്റവിടെ മുന്നത്തെ പ്രോഗ്രാമിനകത്ത് 5 ആയിരുന്നു. സോ ലാംഗ്വേജിൻ്റെ എന്താ പറയുക, ഒരു റിക്വയർമെൻറ്റിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. കാരണം ആവശ്യങ്ങൾ അവരുടെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറവ് വരുത്തിയിരിക്കുന്നു. CLB 4 നിങ്ങൾക്കൊരു IELTS PTO ഇല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ IELTS ഒരു 4 ഒക്കെ കിട്ടുവാണെങ്കിൽ ഒരു ബേസിക്കാണ്. എനിക്കൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ കിട്ടും. 4 ഒക്കെ കിട്ടും, 4.5 5 ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി UK സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ UK വന്നിട്ട് കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു എക്സാം നിങ്ങളൊരു IELTS ഒക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു CLB 4 കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾ ദ ഇക്വലൻ്റ് ഓഫ് കനേഡിയൻ ഹൈസ്കൂൾ ഡിപ്ലോമ.
അത് ക്വാളിഫിക്കേഷൻ. തീർച്ചയായിട്ടും ഇവിടെ വന്ന് പഠിക്കാമെന്നവർക്ക് എല്ലാവർക്കും അത്യാവശ്യത്തിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. നമുക്കിവിടെ അറിയാം, ഇവിടെ വന്ന് NVQ ലെവൽ ക്വാളിഫിക്കേഷൻ എടുത്തവരുണ്ട് ഈ പറഞ്ഞ കെയർ ഗീവേഴ്സിൽ, അല്ലെങ്കിൽ കെയർ ഗീവിങ്ങിൽ. പിന്നെ മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സൊക്കെ എടുത്തിട്ടാണ് ഇവിടെ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്കുണ്ട്. ഇനിയിപ്പോൾ ഇറ്റലിയിൽ വന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കെയർ ഗീവേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും, അവർക്കും ഉണ്ടാവും. അടുത്ത പോയിന്റ് അത് തന്നെയാണ്, ഹാവ് റീസെൻറ്റ് ആൻഡ് റിലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ്. അതിന് നമ്മുടെ UK പൊളി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. 1 ഇയർ 2 ഇയർ 3 ഇയർ 4 ഇയർ 5 ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇവിടെ കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഒരു PR ആവശ്യം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു വെറൈറ്റി രാജ്യം, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ട്രെൻഡാണല്ലോ, ഇവിടെ നിന്നെടുത്ത് ഓസ്ട്രേലിയക്ക് ചാടുന്നു, ഓസ്ട്രേലിയയിൽ നിന്നെടുത്ത് ഇങ്ങോട്ട് ചാടുന്നു, ഇവിടെ ജർമ്മനിക്ക് പോകുന്നു, ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അതൊക്കെ ട്രെൻഡാണ്. അങ്ങനെ ട്രെൻഡിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരിക്കലും എല്ലാവരുടെ അങ്ങോട്ട് പോകാമെന്ന് പറയുന്നില്ല. ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്താൽ മതി. ചിലർക്ക് താല്പര്യമുണ്ട്, എല്ലാവർക്കും ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണല്ലോ. ചിലർക്ക് എന്നാൽ ഞാനാ പോവാം, അങ്ങനെ താല്പര്യപ്പെടുന്നവർക്ക് വേണമെങ്കിൽ പോവാം. ഞാനിപ്പോൾ ഇവിടെ അവിടെയും വലിയ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ PR പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല, അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ റിസീവ് ആൻ ഓഫർ ഫോർ ദ ഫുൾ ടൈം ഹോം കെയർ ജോബ്സ്. അതായത് ഒരു ഫുൾ ടൈം ജോബ് ഓഫർ നിങ്ങൾക്ക് ലഭ്യമാവണം. അപ്പോൾ അതിന് ഇനിയിപ്പോൾ വരുന്ന സമയം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വ്യക്തമായ അപ്ഡേറ്റുകൾ ഉണ്ടാവാം. ഇനിയിപ്പോൾ ഗവൺമെൻറ് ചിലപ്പോൾ ഗവൺമെൻറ് തന്നെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് തന്നെ നമുക്കറിയാം, കാനഡൻ ജോബ് ബാങ്കിൽ തന്നെ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എംപ്ലോയേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി എംപ്ലോയേഴ്സിനെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ ഒരു വിസ തരാനോ എന്ന് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഇതിനകത്ത് ഈ ന്യൂസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് കാനഡയിൽ ജോബ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കെയർ ഗീവർ മേഖലയിലും, അതും ഓൺ അറൈവലിൽ തന്നെ നിങ്ങൾക്ക് PR നിങ്ങൾ എലിജിബിൾ ആവുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് PR വേണ്ടി അവിടെ വർക്ക് ചെയ്ത് വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ജോലി പോകുമെന്നും നഷ്ടപ്പെടുമെന്നൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം ഒരു CLB4 ലാംഗ്വേജും ഡിപ്ലോമ ക്വാളിഫിക്കേഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല റിലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ്, അത് ആവശ്യത്തിൽ കൂടുതലുണ്ട് നമുക്ക്. അതുമാത്രമല്ല ഫുൾ ടൈം ജോബ് ഓഫർ, അതാണ് മുഖ്യം. അതിന് ജോബ് ബാങ്ക് കാനഡൻ ജോബ് ബാങ്ക് തപ്പിക്കഴിഞ്ഞാൽ ജോബ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. സോ ഇത് ശരിക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ UK വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ആവശ്യത്തിൽ കൂടുതൽ ക്വാളിഫിക്കേഷനും എല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഹാപ്പി ന്യൂസ് UK അങ്ങോട്ടെടുത്ത് ആഘോഷിക്കുക എന്ന് ഞാൻ പറയാം. താല്പര്യമുള്ളവരെടുത്ത് ആഘോഷിക്കുക, അല്ലാത്തവർ വിട്ട് പോയിട്ടേ ഇരിക്കുക. വേറെ വീഡിയോ കാണാം, വീഡിയോ കണ്ടിട്ട് പോയിട്ടേ ഇരിക്കുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്തായാലും നല്ല പ്രോഗ്രാമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് നിങ്ങൾ മുന്നിലേക്ക് അവതരിപ്പിക്കും. അതുമാത്രമല്ല UK മാത്രമല്ല കേട്ടോ, നാട്ടിലുള്ള ഈ പറഞ്ഞ നേഴ്സുമാർക്ക്, GNM ANM ഇല്ലെങ്കിൽ BSc നേഴ്സുമാർക്ക്, ഈ പറഞ്ഞ പേഷ്യൻസിനെ കൈകാര്യം ചെയ്തും ഇല്ലെങ്കിൽ അവരുടെ കെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക്, നാട്ടിലെ കെയർ ഹോമിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കീം തന്നെ ആയിരിക്കും. ലാംഗ്വേജ് വലിയൊരു മാറ്ററേ അല്ല. നിങ്ങൾ ഒരു മാസം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ CLB4 ഒക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ സമ്പുഷാറൊക്കെ അല്ലേ, കൂടുതൽ അപ്ഡേറ്റ് കൊണ്ടുവരാം. ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം, നമുക്ക് ഉറപ്പില്ല നമുക്ക് മാത്രം കിട്ടുക. എല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ, കുറേ ആൾക്കാർ ട്രൈ ചെയ്യുമ്പോൾ എവിടെ നിന്നെങ്കിലും റെസ്പോൺസ് വരും. ചിലപ്പോൾ അവിടെ 1-2 വേക്കൻസികളുണ്ടാവും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. അപ്പോൾ എനിക്കും ഗുണം, നിങ്ങൾക്കും ഗുണം, എല്ലാവർക്കും ഗുണം. അപ്പോൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണാം. ബൈ.